ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇതുവരെ ലോങ് വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല, എല്ലാം ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനെന്താ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഈ വർഷം നൈനിക്കിന് ഞങ്ങൾ LKG അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ ഓർത്തു ചെറിയൊരു വീഡിയോ എടുക്കാം. അവൾക്ക് എന്ന് ഓർത്തിരിക്കാൻ, അവൾക്കിത് കാണുമ്പോൾ വലുതായിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്നതാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. കണ്ണൂർ സിറ്റി സെൻറ്ററിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഓൺലൈനിൽ ഷോപ്പ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. ഓൺലൈനിൽ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ബാഗൊക്കെ നോക്കിയപ്പം അത്യാവശ്യം റേറ്റ് കുറവൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, അവളെയും കൂട്ടി പോയി. അവൾക്ക് കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. പിങ്ക് ബാഗ് വേണം, പേർപ്പിൾ കളർ ബാഗ് വേണം, അങ്ങനെ കുറച്ച് അവളുടേതായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, അവളെയും കൊണ്ടുപോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം പെട്ടെന്ന് ഇതിപ്പം സ്കൂൾ തുറക്കുന്നതിന് 2 ദിവസം മുമ്പെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ കണ്ണൂർ സിറ്റി സെൻറ്ററിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനും അത്യാവശ്യം സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാം. അതാണ് മെയിൻ റീസൺ. അപ്പം ഇവിടെ ബാഗിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നല്ല മഴയായതുകൊണ്ട് ആദ്യം തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഷോപ്പിങ്ങിന് പോവാം. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വന്നേക്കുക. ചെറിയൊരു ഷോപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ പെട്ടെന്നൊരു ചായയും കുടിച്ചു. ക്രോക്കറി പാലസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നൈനയ്ക്ക് പിങ്ക് മതി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിങ്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഇതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാഗും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പ്ലേറ്റ്, ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു, ടിഫിൻ ബോക്സ്, പിന്നെ ടവൽ നോക്കിയായിരുന്നു. പിന്നെ സിപ്പർ ടൈപ്പ് ഒരു ബോട്ടിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. ബാഗൊക്കെ വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഒരാൾ ഇവിടെ ഇരിക്കുന്നത്. ബാഗൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലും കയറിയായിരുന്നു കേട്ടോ, കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. ബാഗ് അന്ന് ഞങ്ങൾ അവിടെ കണ്ട ബാഗ് തന്നെയായിരുന്നു എടുത്തത്. അത് ഞങ്ങൾ വീട്ടിൽ വന്ന് അവൾക്ക് ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് നെക്സ്റ്റ് ഡേ പോയിട്ട് റിട്ടേൺ ചെയ്തു, വേറെ ഒന്ന് എടുത്തു. ഇതും അവൾക്ക് ഇഷ്ടപ്പെട്ടു. പർപ്പിൾ കളറും അവളുടെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ടിഫിൻ ബോക്സാണ് വാങ്ങിച്ചത്. ടിഫിൻ ബോക്സ് അല്ല, സ്നാക്ക് ബോക്സ് ആണിത് ശരിക്ക്. അപ്പം ടീച്ചർ സ്നാക്ക് ബോക്സ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു, വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. ടീച്ചർ പ്ലേറ്റും ഗ്ലാസും കൊണ്ടുവരാനാണ് പറഞ്ഞത്. പിന്നെ ഇത് ഈ ബുക്ക് കവർ ചെയ്യാനുള്ള പേപ്പറും ഈ നെയിം സ്ലിപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽ ഞങ്ങൾ വാങ്ങിച്ചത് ഇതാണ്. ഇത് സിപ്പർ ടൈപ്പാണ്. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള വാട്ടർ ബോട്ടിൽ തന്നെയായിരുന്നു അത്. പിന്നെ ഈ ഒരു പൗച്ചാണ് കേട്ടോ വാങ്ങിയത്. ഓൾറെഡി ഞാനൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പൗച്ച് എന്തിനാന്ന് വെച്ചാൽ ക്രയോൺസൊക്കെ ഇട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾക്കിത് പോപ്പിറ്റ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ ബുക്സൊക്കെ ടീച്ചർ പറഞ്ഞു തന്നതാണ് കേട്ടോ. ടീച്ചർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ബുക്സ് വേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ അധിക ബുക്സും 2 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് പഠിപ്പിക്കാമല്ലോ, പിന്നെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ എല്ലാം വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഈ ടവലും ടീച്ചർ വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവളെടുത്ത സാധനങ്ങളാണ്. ഷാർപ്നർ, ഇറേസർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. കുട ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം ഓപ്ഷൻസ് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു ഏതാ വേണ്ടതെന്ന് അവൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം കുറേ ഇങ്ങനെ അവരെടുത്ത് തുറന്ന് കാണിച്ചു തന്നപ്പം ഇത് തുറന്നപ്പോൾ ഡോറേനെ കണ്ടപ്പോൾ പിന്നെ ഓക്കെ, ഡോറ മതി എന്നുള്ളതില്ല, അങ്ങനെ അതാണ് ഞങ്ങളെടുത്തത്. ഇനി സ്ലേറ്റും ഈ സ്ലേറ്റ് പെൻസിലും എടുത്തിട്ടുണ്ട്. ഇത് അന്ന് സ്കൂളിൽ പോകുന്ന അന്ന് രാവിലെ എടുത്ത കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പം ഈ ഡ്രസ്സ് ഞങ്ങൾ ഇവിടെ കോഴിക്കോട് വന്നതിന് ശേഷം പെട്ടെന്ന്
പുറത്ത് പോയിട്ടൊരു ഡ്രസ്സ് എടുത്തതാണ്. അവൾ ഫസ്റ്റ് ഡേ പുതിയ ഡ്രസ്സ് ഇട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത് കുറച്ച് സ്കൂളിൽ പോകുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പം എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്.